അസ്സലാമു അലൈക്കും. നമ്മളെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട് ട്ടോ. പാവം ഒരു കുഞ്ഞിക്കിളി മരത്തിന്റെ മുകളിൽ വീണ് പോയതാണ്. ഒരു ഭാഗ്യം കെട്ട കുഞ്ഞിക്കിളിയാണ്. അതിന്റെ അമ്മന്റെ സംരക്ഷണത്തിൽ നിന്ന് അത് എങ്ങനെയോ കൂട്ടിന്ന് വീണ് പോയതാണ്. ഉറുമ്പ് ഉറുമ്പ് ഇങ്ങനെ കടിച്ച് ഇങ്ങനെ ഇതാക്കുമ്പോ അത് ഇങ്ങനെ ഇളകി കളിക്കുമ്പോ നമ്മൾ കണ്ടതാണ് ട്ടോ. ഉപ്പ ഉംറക്ക് പോകുന്ന ആ തിരക്കില് മുറ്റത്ത് ഇങ്ങനെ ഉറുമ്പ് എന്താ കടിക്കുന്നത് വിചാരിച്ച് നോക്കിയതാണ്. ഇങ്ങനെ ഇളകി കളിക്കുന്ന കണ്ടപ്പോൾ നോക്കിയതേനി. അപ്പോൾ കണ്ട് ഒരു കുഞ്ഞിക്കിളീനാണ്. ഫുള്ള് ഉറുമ്പ് കഴിഞ്ഞിട്ടോ. അതിൻ്റെ മേലൊക്കെ ഉറുമ്പ് കഴിഞ്ഞ്. അതിനൊക്കെ നമ്മൾ ഒഴിവാക്കി നമ്മൾ ഈ പാത്രത്തിലിട്ട് വെച്ചതേനി. പാത്രത്തിലിട്ട് വെച്ച് മാവിൻ്റെ മുകളിലേക്കൊന്നും നോക്കിയിട്ടൊന്നും കൂട് മനസ്സിലാവുന്നൊന്നുമില്ല. നമ്മൾ ഈ മതിലിൻ്റെ മുകളിലൊക്കെ വെച്ച് നോക്കിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അതിൻ്റെ അമ്മ വന്നാലും അതിനെ കൊണ്ടുപോകാനൊന്നും പറ്റൂലല്ലോ. പക്ഷിയല്ലേ, പക്ഷിക്ക് അങ്ങനെ കൊണ്ടുപോകാനും പറ്റില്ല. ചെറിയ എന്തോ പക്ഷി ഉണ്ട്. ഈ മാവിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ വീണത്. ചെറിയ പക്ഷിയാകുമ്പോൾ അതിലേക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ലല്ലോ. പൂച്ച അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ അമ്മ കടിച്ചു കൊണ്ടുപോയിക്കോളൂ. ഇതങ്ങനെ ഒന്നും കഴിയില്ലല്ലോ. എന്തായാലും നമ്മൾ അതിനെ ഉറുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് വെള്ളമൊക്കെ കൊടുത്തു നോക്കി. വെള്ളം സ്വന്തമായിട്ട് കുടിക്കാൻ അറിയുന്നില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ഇങ്ങനെ വായ ഇങ്ങനെ തുറക്കുന്നുണ്ട് ട്ടോ. അതിൻ്റെ അമ്മ അതിന് സ്ഥിരമായിട്ട് ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ അത് വായ തുറന്നിങ്ങനെ നിൽക്കുകയാണല്ലോ ചെയ്യുക. പക്ഷികൾ വലിയ വായ തുറക്കുന്നുണ്ട്. നമ്മൾ അതിനൊരു പാത്രത്തിലാണ് ഇട്ട് വെച്ചത്. ആ പാത്രം നമ്മളൊന്ന് ഇളക്കുമ്പോഴത്തേന് അത് അതിൻ്റെ അമ്മ വന്നതാ വിചാരിച്ചിട്ട് പാവം വലിയ വായ തുറക്കുന്നുണ്ട്. ഭക്ഷണത്തിനും വെള്ളത്തിനും ഒക്കെ വേണ്ടിയിട്ടേക്കും. എന്തായാലും നമുക്കിപ്പോൾ അറിയില്ലല്ലോ ഇതിന് എന്ത് ഭക്ഷണമാണ് കൊടുക്കൽ ഒന്നും. അതിൻ്റെ അമ്മേൻ്റെ കെയറിങ് എന്തായാലും അതിന് കിട്ടൂലല്ലോ. ഇതാണ്ടോ വായ തുറക്കുന്നുണ്ട്. ഇത് ഇളകുമ്പോഴത്തേന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വായ തുറക്കുന്നുണ്ട് ട്ടോ. അമ്മേൻ്റെ ചൂടും അമ്മ കൊടുക്കുന്ന മാതിരി ഭക്ഷണമൊന്നും കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. എന്തായാലും ഉറുമ്പിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തി നമ്മൾ ഇതിൽ വെച്ച് നോക്കിയതാണ്. എൻ്റെ അമ്മ കൊണ്ടുപോകുമെന്ന് വിചാരിച്ച് അവിടെ വെച്ച് നോക്കി. നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല. നമുക്ക് എൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനും നമുക്ക് പറ്റില്ല. നല്ല മുകളിൽ നിന്നാണ് വീണത്. നല്ല മുകളിലാണ് കൂടുള്ളത്. 2-3 ദിവസം നമ്മൾ ഇതിൽ നോക്കിയിട്ടോ. അപ്പോഴത്തേന് ഒരു കൂടും സംഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾ ഇതാണ്ടോ വായ തുറക്കുന്നുണ്ടോ. ഇളകുമ്പോഴത്തേന് വായ തുറക്കുക. പാവം ഭാഗ്യം കെട്ട ഒരു പക്ഷി. എന്തായാലും കൂടൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ട്ടോ. അതിന് ഒരു നമ്മളെ മക്കള് ഓരോ വീട്ടിൽ നിന്ന്, താത്തൻ്റെ മക്കൾ ഓരോ വീട്ടിലൊരു പക്ഷി സ്ഥിരമായിട്ട് കൂട് കൂട്ടി താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വേറെ എങ്ങോട്ടോ മാറിയിരുന്നു. അപ്പോൾ ഒരു കൂട് ഉപേക്ഷിച്ച് പോയപ്പോൾ ആ കൂട് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിനി കുട്ടികൾ. എന്നിട്ട് അതിൽ ഇട്ട് നോക്കിയിട്ട് 2 ദിവസം അതിലിട്ടിട്ടോ. മൊത്തത്തിൽ 4 ദിവസം ജീവിച്ച്. അതിലേക്ക് മാറ്റി 2 ദിവസം കൂടി ജീവിച്ച്. പിന്നെ അത് ചത്തുപോയിട്ടോ. അതിൻ്റെ അമ്മേൻ്റെ കെയറിങ്ങും ചൂടും ഒന്നും കിട്ടുന്നില്ലല്ലോ. പാവം ചത്തുപോയി. കണ്ണ് വരെ കീറിയിട്ടില്ല കേട്ടോ. 2 ദിവസം നമ്മൾ പഴമൊക്കെ ഇങ്ങനെ നല്ല ഉടച്ചിട്ട് ഇങ്ങനെ ഈൾക്കിറിൽ കുത്തിയിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിനി. അതൊക്കെ അത് കഴിക്കുകയും ചെയ്തിട്ടോ. പിന്നെ അതിൻ്റെ വയറിങ്ങനെ വീർത്ത് വന്നതായിട്ട് കണ്ട്. പിറ്റേന്ന് കുഴപ്പമൊന്നുമില്ല. പിറ്റേന്ന് അത് വീർത്ത് വന്നതൊക്കെ പോയൊക്കെ ചെയ്ത്. എന്നാലും അതിൻ്റെ പിറ്റേന്നാകുമ്പോഴത്തേന് എന്താ ഉറങ്ങുന്നത് വിചാരിച്ച് ഇങ്ങനെ തട്ടി നോക്കിയിട്ടൊന്നും ഉണരുന്നില്ല. നോക്കുമ്പോൾ അത് ചത്തുണ്ട് ട്ടോ. അപ്പോൾ 4-5 ദിവസത്തെ ആഴ്ച ഉണ്ടായിന്.